സാധാരണക്കാരിയായ ഒരു ബംഗളൂരു വീട്ടമ്മയാണ് ഇപ്പോൾ ഇന്ത്യയിലെ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായി താരമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നമുക്കറിയാവുന്ന പോലെ പലപ്പോഴും VIP-കളുടെ യാത്രകളും സന്ദർശനങ്ങളും ഒക്കെ തന്നെ സാധാരണക്കാർക്ക് വലിയ തലവേദന സൃഷ്ടിക്കാറുണ്ട്. പലപ്പോഴും VIP-കളുടെ ഈ യാത്രകൾ സാധാരണക്കാരുടെ വഴി തടയുന്നതും സാധാരണക്കാർക്ക് ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്നതുമൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട്. ഇതിനെതിരെ സാധാരണക്കാർ പ്രതികരിക്കുന്നതും പലപ്പോഴും വൈറലാവാറുണ്ട്. അത്തരത്തിൽ ഒരു VIP-യുടെ യാത്ര അല്ലെങ്കിൽ സന്ദർശനം സൃഷ്ടിച്ച വഴിമുടക്കം അല്ലെങ്കിൽ ഗതാഗതക്കുരുക്ക് ചോദ്യം ചെയ്ത ഒരു ബംഗളൂരു വീട്ടമ്മയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ താരമായിക്കൊണ്ടിരിക്കുന്നത്. ഈ വീട്ടമ്മ ചോദ്യം ചെയ്ത ആ VIP അത്ര സാധാരണ VIP അല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശതകോടീശ്വരന്മാരിൽ ഒരാളായ മുകേഷ് അംബാനിയുടെ ഭാര്യയും റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഡയറക്ടറുമായ നിത അംബാനിയെയാണ് അല്ലെങ്കിൽ നിത അംബാനിയുടെ അംഗരക്ഷകരെയാണ് ഈ വീട്ടമ്മ ചോദ്യം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി നിത അംബാനി ബംഗളൂരുവിലുണ്ട്. ബംഗളൂരുവിലെ ഒരു പ്രമുഖ ബൊട്ടീക്കിൽ ചില സാരി പർച്ചേസിനായി എത്തിയ നിത അംബാനി അവിടെ വലിയൊരു ഗതാഗത കുരുക്ക് തന്നെ സൃഷ്ടിച്ചു. നിത അംബാനിക്ക് സുരക്ഷ ഒരുക്കുക എന്ന പേരിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ സാധാരണക്കാരുടെ യാത്ര തടയുകയും അവരുടെ വഴിമുടക്കുകയും വലിയൊരു ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് നിത അംബാനി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരികെ ഇറങ്ങി വരുമ്പോൾ അവർ മറ്റുള്ളവരെല്ലാം നോക്കി അഭിവാദ്യമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു വീട്ടമ്മ ഈ ഗതാഗത കുരുക്കിൽ മനമെടുത്ത് നിത അംബാനിയുടെ ഒരു അംഗരക്ഷകനോട് ചൂടാകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഈ വീട്ടമ്മയെ അനുമോദിച്ചും പ്രശംസിച്ചും ഒരുപാട് പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളായ ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ രംഗത്ത് വരുന്നത്. പാവപ്പെട്ടവനായാലും അംബാനിയായാലും ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും ഒരേ സഞ്ചാര സ്വാതന്ത്ര്യമാണ് അനുവദിക്കുന്നത് എന്ന വലിയ സത്യത്തെ പലരും ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നുണ്ട്. എന്നാലും നമുക്കറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഇവിടെ സാധാരണക്കാരേക്കാൾ കൂടുതൽ പരിഗണന ഇവിടുത്തെ മുതലാളിമാർക്ക്, പ്രത്യേകിച്ച് അംബാനി കുടുംബത്തിനൊക്കെ ലഭിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് അംബാനി കുടുംബത്തിൽ ഈ അടുത്ത് നടന്ന വിവാഹമായിരുന്നു. അംബാനി കുടുംബത്തിലെ ഇളമുറക്കാരനും മുകേഷ് അംബാനിയുടെ മകനുമായ ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിൻ്റെയും വിവാഹമായിരുന്നു. ലോക ചരിത്രത്തിൽ തന്നെ, ആധുനിക ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചിലവേറിയ വിവാഹങ്ങളിൽ ഒന്നായിട്ടായിരുന്നു അത് നടന്നത്. 5000 കോടി രൂപയിലേറെ ചിലവ് വന്ന ഈ അത്യാഡംബര വിവാഹത്തിന് ഒരധിക നികുതി പോലും ഇന്ത്യൻ സർക്കാർ ഏർപ്പെടുത്തിയില്ല എന്ന വസ്തുതയിൽ തന്നെ അംബാനി കുടുംബത്തിനും മറ്റ് ശതകോടീശ്വരന്മാർക്കും ഈ നാട്ടിൽ ലഭിക്കുന്ന അധിക പരിഗണന വ്യക്തമാകുന്നുണ്ട്. അന്ന് ആ വിവാഹത്തിൽ നിത അംബാനി എന്ന ആനന്ദ് അംബാനിയുടെ അമ്മ കൂടിയായ വ്യക്തി ധരിച്ചിരുന്ന നെക്ലസിൻ്റെ മൂല്യം തന്നെ 400 കോടി മുതൽ 500 കോടി രൂപ വരെയാണെന്ന് കണക്കാക്കിയ മാധ്യമങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. നമുക്കറിയാവുന്ന പോലെ ഇപ്പോഴും ലോക പട്ടിണി സൂചികയിൽ ശ്രീലങ്കയെക്കാളും നേപ്പാളിനേക്കാളും ബംഗ്ലാദേശിനേക്കാളും പിന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അവിടെ ഇത്ര വലിയൊരു ശതകോടീശ്വരന്റെ വിവാഹം നടക്കുമ്പോൾ, അതും 5000 കോടി രൂപയിലേറെ ചിലവ് വരുന്ന ഒരു വിവാഹം നടക്കുമ്പോൾ അതിനൊരു അധിക നികുതി ഏർപ്പെടുത്താൻ പോലും സോഷ്യലിസ്റ്റ് രാഷ്ട്രമെന്ന് സ്വയം അവകാശപ്പെടുന്ന ഇന്ത്യയിലെ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഈ അംബാനി കുടുംബത്തിനടക്കം ഒരു അധിക പരിഗണന ഇന്ത്യയിൽ ലഭിക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അത്തരം അധിക പരിഗണനകളുടെ ഏറ്റവും പുതിയ രൂപമാണ് ഇവർക്ക് ലഭിക്കുന്ന ഈ VIP പദവിയും Y കാറ്റഗറി Z കാറ്റഗറി സുരക്ഷകൾ. ആ സുരക്ഷാ സംവിധാനങ്ങൾ സാധാരണക്കാരന് സൃഷ്ടിക്കുന്ന തലവേദന അത് ചെറുതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവരെവിടെ സന്ദർശിച്ചാലും ഇവരെവിടേക്ക് യാത്ര തിരിച്ചാലും സാധാരണക്കാരനാണ് വഴിമുടക്കപ്പെടുക, അല്ലെങ്കിൽ സാധാരണക്കാരനാണ് ഗതാഗത കുരുക്ക് അനുഭവിക്കേണ്ടി വരിക. അത്തരം അവസരങ്ങളിൽ ഇത്തരം വീട്ടമ്മമാരുടെ പ്രതിഷേധം ഒരു മികച്ച ഉദാഹരണമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഈ ബംഗളൂരുവിലെ സാധാരണക്കാരിയായ വീട്ടമ്മയെ പ്രശംസ കൊണ്ട് മൂടുകയാണ് ഇന്ത്യയിലെ സമൂഹ മാധ്യമ ഉപഭോക്താക്കൾ.